ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ പാംക്രാഫ്റ്റിൻ്റെ ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാംക്രാഫ്റ്റ് ഷോർട്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്സിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും അവിടെ വന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ ഈസ്റ്റർ സ്പെഷ്യൽ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്ഷൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഈസ്റ്റർ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിയിൽ നിന്ന് ഇങ്ങനെ ഈസ്റ്റർ എഗ്ഗൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഞാനിത് അങ്ങനെയല്ല, നമ്മൾ സാധാരണയുള്ള ഫ്രഷ് എഗ്ഗിൻ്റെ ആ ഒരു ഷെല്ല് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഫ്രഷ് എഗ്ഗിൻ്റെ 2 ടിപ്പിൽ ഇങ്ങനെ ഓരോ കുഞ്ഞു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു ഹോളിൽ നിന്ന് നമ്മളിങ്ങനെ ശക്തിയായിട്ടൊന്നും ഇങ്ങനെ ഊതി കൊടുക്കുമ്പം ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോളിൽ കൂടെ എഗ് വൈറ്റും എഗ് യോക്കൊക്കെ നമുക്കിങ്ങനെ താഴേക്ക് വീഴും. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു താഴെ ഒരു ബൗൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ക്രേപ്പ് പേപ്പേഴ്സാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് കളേഴ്സ് ക്രേപ്പ് പേപ്പർ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു ക്രേപ്പ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് റോൾ ചെയ്ത് മുഴുവനായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ ആ ഒരു വീതിയിലൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രേപ്പ് പേപ്പേഴ്സ് ഇങ്ങനെ സ്ട്രിപ്പ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ആകുന്ന സമയത്ത് ഒരേ ഒരു വീതിയിലൊക്കെ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം കളേഴ്സ് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു ചെറിയൊരു കട്ടിയുള്ള ഒരു ടവൽ എടുത്തിട്ടൊന്ന് ഇങ്ങനെ അതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടൊന്ന് ഇങ്ങനെ വിരിച്ചിടുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്രേപ്പ് പേപ്പറിൻ്റെ സ്ട്രിപ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടർക്കിലുള്ള നനവ് ഇങ്ങനെ ആ ഒരു ക്രേപ്പ് പേപ്പറിൽ വന്നിട്ട് ഇങ്ങനെ ഏകദേശം ഒന്ന് വെറ്റായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മളതിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രേപ്പ് പേപ്പർ ഇങ്ങനെ ആ ഒരു നനവൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് റോളായിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ സ്ട്രിപ്സും ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ റോൾ ചെയ്യുമ്പം നല്ല തിന്നായിട്ടുള്ള ഒരു സ്ട്രിപ്സ് തന്നെ ആയിട്ട് കിട്ടും. പിന്നെ ഇടയ്ക്കൊക്കെ കീറിപ്പോകും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെള്ളം മാത്രം ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ റോൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്താണ് നല്ല നീറ്റായിട്ടുള്ള ഒരു ത്രെഡ് പോലെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ 1-2 സ്ഥലത്ത് ഇങ്ങനെ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേപ്പർ കൊണ്ടുള്ളതായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് കീറി പോകുന്നില്ല, നല്ല ടൈറ്റായിട്ട് തന്നെയുള്ള നല്ലൊരു പേപ്പറിൻ്റെ ഒരു ഇതായിട്ടാണ് കിട്ടുക. അപ്പോൾ ഞാനിത് ഇതുവരെ എവിടെയും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ, നമ്മൾ ഈ ചെടിയുടെ ഒക്കെ അതിന് വേണ്ടിയിട്ട് സ്റ്റെമ്മ് പോലെയൊക്കെ ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് സക്സസ് ആയപ്പോൾ പിന്നെ നമുക്ക് ത്രെഡിൻ്റെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. കാരണം ഇതിന് ഫെവിക്കോൾ വരെ യൂസ് ചെയ്യാതെ നമ്മൾ വെറും വെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കയ്യിലും അതുപോലെ ടർക്കിയിലൊക്കെ ഇങ്ങനെ ഈ ഒരു ക്രേപ്പ് പേപ്പറിൻ്റെ കളറൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, വാഷ് ചെയ്താലൊക്കെ പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ സ്ട്രിപ്സും ഇതുപോലെ ഒന്നിങ്ങനെ ത്രെഡ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഡ്രൈ ആക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ ഉണക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാനൊക്കെ നല്ലൊരു സുഖമാണ്, പെട്ടെന്ന് കീറി പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കളേഴ്സ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതായിരുന്നു, പല കളേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ബാക്കിയുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ഈസ്റ്റർ എഗ്ഗിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു എഗ്ഷെല്ലിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ത്രെഡ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ റോൾ ചെയ്യുന്ന ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നിങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ജൂട്ട് ത്രെഡും അതുപോലെ വൂളൻ ത്രെഡൊക്കെ റോൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു എഗ്ഷെല്ല് മുഴുവനായിട്ട് ഇങ്ങനെ ബ്ലൂ കളർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ ചെയ്ത് വന്ന സമയത്ത് അത് തികയുന്നില്ല. കുറച്ച് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ളതാണല്ലോ, പിന്നെ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ഭാഗം ബ്ലൂ കളറ് കുറച്ചിങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ഭാഗം പിങ്ക് കളർ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മളിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടിപ്പിലൊക്കെ നന്നായിട്ട് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. ഈ ഒരു എഗ്ഷെല്ലിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ മാത്രമേ നമ്മളൊന്ന് ശ്രദ്ധിക്കാനേ ഉള്ളൂ. എഗ്ഷെല്ലിൻ്റെ ആ ഒരു 2 ടിപ്പിൽ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു കുറച്ചൊരു വലിയൊരു ടൈപ്പ് സ്ട്രിപ്പ് എടുത്തിട്ട് അത് നന്നായിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റോൾ ചെയ്തിട്ട് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ റോൾ ചെയ്തതിന് ശേഷം അത് നമ്മളിങ്ങനെ കൈകൊണ്ടത് ആ ഒരു റോൾ ചെയ്തത് ഇങ്ങനെ വിട്ടു പോകാതെ നമ്മൾ ആ ഒരു എഗ്ഷെല്ലിൻ്റെ ടിപ്പിലൊന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ത്രെഡൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഭാഗം ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു സ്ട്രിപ്പ് വെച്ച് ഒട്ടിച്ചിട്ട്
ആ ഒരു ത്രെഡ് വെച്ച് ഒട്ടിച്ചിട്ട് ഇങ്ങനെ എക്സ്ട്രാ വരുന്ന ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്രേ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ഈസ്റ്റർ എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ക്രേ പേപ്പർ വെച്ചിട്ട് നമുക്ക് എത്ര ഒരു എഗ്ഷെൽസ് വേണമെങ്കിലും ചെയ്തെടുക്കാം. ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് ജസ്റ്റ് വെള്ളം വെച്ചിട്ട് തന്നെ നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. അത് ഒട്ടിച്ചെടുക്കാനുള്ള ഒരു ഫെവിക്കോളിൻ്റെ ഒരു ചിലവ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ത്രെഡ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ കളർഫുൾ ആയിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം ഈസ്റ്റർ എഗ്. അല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ കളേഴ്സ് ആയിട്ടോ ഡബിൾ കളറൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് കുറേ കമൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ നോ പെയിൻ്റ് ആയിട്ട് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ബോട്ടിലായിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ വൂളൻ ത്രെഡ് പോലെ ഒന്നിങ്ങനെ ഇത് ഒരു ക്രേ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ഫസ്റ്റ് ടൈപ്പ് ഈസ്റ്റർ എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ കളർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് എഗ്ഷെൽസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളേഴ്സ് ഇങ്ങനെ ആദ്യം ആ ഒരു എഗ്ഷെല്ലിന് ഒന്നിങ്ങനെ ബേസ് കോട്ടായിട്ടൊന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3D ഔട്ട്ലൈനറാണ്. അപ്പോൾ ഞാൻ ഈ ബ്ലൂ കളർ ബേസ് കോട്ടായിട്ട് അടിച്ചിട്ടുള്ള ആ ഒരു എഗ്ഷെല്ലിലേക്ക് ഞാനൊരു പിങ്ക് കളർ 3D ഔട്ട്ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഡെക്കറേറ്റ് ഡിസൈൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം സിമ്പിളായിട്ടൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു 3D ഔട്ട്ലൈനർ ഇങ്ങനെ ഗ്ലിറ്ററൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ്. അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പിങ്ക് കളർ എഗ്ഷെല്ലിലും ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളർ 3D ഔട്ട്ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് പോലെ ഒന്നിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു എഗ്ഷെൽസ് ഞാൻ നേരത്തെ ഇങ്ങനെ എഗ്ഷെൽസ് വെച്ചിട്ട് നമ്മളൊരു ലോട്ടസ് ഫ്ലവറിൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്തിട്ട് ഇങ്ങനെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന എഗ്ഷെൽസ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ട സമയത്ത് വെറുതെ ഒന്നിങ്ങനെ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു എഗ്ഷെല്ല് ഞാനിങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി വെക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ ആ ഒരു എഗ്ഷെല്ലിൽ ഇങ്ങനെ 2 ഹോൾസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് ഫെവിക്കോൾ വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആയതിന് ശേഷം ആ ഒരു പിങ്ക് കളർ തന്നെ വെച്ചിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹോൾസ് ഒന്നും കാണാതെ നല്ല നീറ്റായിട്ടുള്ളൊരു എഗ്ഷെൽ തന്നെ കിട്ടും. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ആ ഒരു നമ്മൾ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്ന അതിൽ ഇതുപോലെ തന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ആ ഒരു ഭാഗത്തും കൂടെ ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു എഗ്ഷെല്ലിന് നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ അങ്ങനെ ആ ഒരു ഫസ്റ്റത്തെ എഗ്ഷെല്ല് ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു എഗ്ഷെല്ലിൽ ഞാനിവിടെ പിങ്ക് കളർ ആ ഒരു 3D ഔട്ട്ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ ഒരു കുഞ്ഞ് ഡിസൈൻ ഉണ്ട്. നമ്മൾ പൊതുവേ ഈസ്റ്റർ എഗിൻ്റെ അതിലൊക്കെ കാണുന്നൊരു ഡിസൈനാണ്. അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3D ഔട്ട്ലൈനർ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈസ്റ്റർ എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഡ്രൈ ആയ സമയത്തൊക്കെ ആ ഒരു പിങ്കിലേക്ക് ആ ഒരു ബ്ലൂ കളർ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ആ ഒരു പിങ്കിലേക്ക് തന്നെ പിങ്ക് ആയതുകൊണ്ട് അത്രക്കൊരു ഭംഗി തോന്നില്ല. പക്ഷേ എൻ്റെ കയ്യിൽ വേറെ കളർ ഈ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. 3D ഔട്ട്ലൈനർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു കളർ തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് സിമ്പിളായിട്ട് ഈസ്റ്റർ എഗ് ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ക്രേ പേപ്പർ വെച്ചിട്ട് ആ ഒരു ഈസ്റ്റർ എഗിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു കയ്യിലുള്ള മെറ്റീരിയൽസിനനുസരിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഡിസൈൻ ചെയ്തിട്ടൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പഴയ ഫാബ്രിക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു ഈസ്റ്റർ എഗിന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ടൈപ്പ് ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഡെക്കോപ്പേജ് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് ഈസ്റ്റർ എഗിൻ്റെ ഇത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിവിടെയൊക്കെ ആകെ ഒരു ഫെവിക്കോളിൻ്റെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ, പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ അത്രയും നല്ല രസമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പെയിൻറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈസ്റ്റർ എഗിൻ്റെതാണിത്. അപ്പോൾ നമ്മൾ എഗ്ഷെല്ല് തന്നെ ഇങ്ങനെ വേറെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള എഗ്ഷെല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി വീട്ടിൽ എഗ്ഗൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഒരു എഗ്ഷെല്ലൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പഴയ ഫാബ്രിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കളർ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഒന്നിങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്നിട്ട് വലിയൊരു ട്രെയിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ വെച്ചാൽ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള ഈസ്റ്റർ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഞാനിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.